ഇപ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി അറിയണ്ടേ? നല്ലൊരു അച്ഛനായി, സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റിയെ പോലെ നിറഞ്ഞു നിൽക്കുന്ന ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ധ്യാനഗുരുവാണ് അച്ഛൻ. ഹായ് പ്രിയപ്പെട്ടവരെ, കുട്ടികൾ എത്ര നല്ലവരെ വളരണമെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ തല്ലിയോ നന്നാക്കാൻ പറ്റില്ല. അതിലുപരി അവർക്ക് സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാവണം, അപ്പോൾ അവർ നന്നാകും. എൻ്റെ പഴയ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡർ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കരച്ചിലും സങ്കടവുമാണ്. കാര്യം തിരക്കി. LP സ്കൂളിൽ പഠിക്കുന്ന മകൻ പല കുട്ടികളോടും എപ്പോഴും അടിപിടിയാണ്. ടീച്ചേഴ്സ് എപ്പോഴും കംപ്ലൈന്റ് പറയുകയാണ്. തീരെ മാർക്കില്ല, സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് പോകുമെന്നതുകൊണ്ട് ആ കുട്ടിയെ സ്കൂളിൽ നിന്നും TC കൊടുത്ത് വിടേണ്ട സ്ഥിതിയുമാണ്. ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കണ്ടത് ഞങ്ങളുടെ അടുത്തുള്ള ടൗണിൽ കള്ളു കുടിച്ച് തല്ലുണ്ടാക്കി സ്ഥിരം ചട്ടമ്പിയായി ജീവിക്കുന്ന ഒരാളെയാണ്. കഷ്ടം. നല്ലോണം പ്രാർത്ഥിക്കുന്ന ചേച്ചിയുടെ മകൻ ഇങ്ങനെയാകാൻ പാടില്ലല്ലോ, തിരിച്ചു പിടിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ കുറെ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു എന്നോട് പറഞ്ഞു ആ കുട്ടിയെ ചെന്ന് കാണാൻ. എന്നെ കണ്ടപ്പോഴേ മോന് മനസ്സിലായി. ഞാൻ ഒന്നും ഉപദേശിച്ചില്ല. ആ മോനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മോൻ നല്ല മിടുക്കനല്ലേ, നന്നായി പഠിക്കും, ഇനി അടിപിടി ഒന്നുമില്ല അല്ലേ, എല്ലാം നിർത്തിയില്ലേ, ആ മിടുക്കൻ എന്ന് പറഞ്ഞ് ഞാനൊരു ഉമ്മ കൊടുത്തു. ഒരു മാസത്തിനുള്ളിൽ ആ അമ്മയ്ക്ക് ഒത്തിരി അതിശയം. കുട്ടിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക്. ഈ അമ്മ കുട്ടിയോട് ചോദിച്ചു, എന്താണ് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? ആ കുഞ്ഞ് പറഞ്ഞു, ആ അങ്കിള് വഴിയിൽ വെച്ച് എനിക്കൊരു ഉമ്മ തന്നില്ലേ, അന്ന് മുതല് ഞാൻ അടിപിടി കൂടുന്നില്ല, നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്റെ അത്ര നടത്തിയ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമൊക്കെ ആ സ്നേഹ ചുംബനത്തിലൂടെ ഉമ്മയിലൂടെ കുട്ടിയിലേക്ക് ചെന്നു. കുഞ്ഞിനെ അതുവരെ സ്വാധീനിച്ചിരുന്ന ചില പ്രത്യേക തിന്മയുടെ ശക്തികൾ വിട്ടുപോവുകയും ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ആ കുട്ടിയുടെ സ്ഥിതി അറിയണ്ടേ? സെമിനാരിയിൽ ചേർന്ന് നല്ലൊരു അച്ഛനായി എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റിയെ പോലെ നിറഞ്ഞു നിൽക്കുന്ന ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ധ്യാനഗുരുവാണ് അച്ഛൻ. നിങ്ങൾക്കും അനേകം കുട്ടികളെ നല്ലവരാക്കാൻ കഴിയും, വിശുദ്ധരാക്കാൻ കഴിയും. തുടർന്നുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ കേട്ടതിന് ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു.